വിശുദ്ധ ബൈബിൾ എന്തുകൊണ്ടാണ് വിവാഹത്തിന് പ്രാധാന്യം നൽകുന്നത്? ഇന്ന് ലോകത്തിൽ വിവാഹത്തിന് പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം, ഒരു പുതിയ തലമുറ ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹം പോലെ തോന്നിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഈ തലമുറയിൽ നടത്തപ്പെടാറുണ്ട്. പുറത്തു നിന്ന് നോക്കിയാൽ വിവാഹം പോലെ തോന്നും, എന്നാൽ അത് വിവാഹമല്ല, വിവാഹം പോലെ എന്തോ ആണ്. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇന്ന് നമ്മുടെ തലമുറയിൽ ഉടലെടുത്തിരിക്കുകയാണ്. അതുപോലെ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന മറ്റൊന്ന്, ഗേ മാര്യേജ്, ലെസ്ബിയൻ മാര്യേജ്, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിലേക്ക് മാത്രം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, സിറ്റുവേഷനിലേക്ക് മാത്രം ഒന്നിച്ച് പോകുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആ സ്ഥാനത്താണ് പ്രിയപ്പെട്ട ഫെബിയും ലിംസിയും. അവരൊന്നിച്ച് ഈ വിവാഹത്തിനായിട്ട് ഒരുങ്ങുകയും ഈ വിശുദ്ധ വിവാഹത്തിലേക്ക് അവർ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് അവരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. വിശുദ്ധ വിവാഹത്തെപ്പറ്റി ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിക്കുമ്പോൾ വിവാഹത്തിൽ തുടങ്ങി വിവാഹത്തിൽ അവസാനിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. വിവാഹം ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, 2-ാം അധ്യായവും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്. ഒന്നായിരുന്നതിനെ രണ്ടാക്കി, രണ്ടായിരുന്നതിനെ ഒന്നാക്കി തീർക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. അവർക്ക് ആദാമെന്ന് പേരിട്ടു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ആൻഡ് ഹി ബ്ലെസ്ഡ് ദം ആൻഡ് നെയിംഡ് ദം മാൻ. ആദം എന്നുള്ളതിന് RSV പോലെയുള്ള ട്രാൻസ്ലേഷനുകളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാൻ എന്നുള്ളതാണ്, മനുഷ്യൻ എന്നുള്ളതാണ്. മനുഷ്യന് ദൈവം പേരിട്ടതാണ് ആദം എന്നുള്ളത്. അവർക്ക് പേരിട്ടു, പ്ലൂറലാണ്, ബഹുവചനമാണ്, അവർക്ക് പേരിട്ടു. അങ്ങനെയെങ്കിൽ ആ ഒരു വ്യക്തി, ആ വ്യക്തിയിൽ പുരുഷനും സ്ത്രീയും അടങ്ങിയിരിക്കുകയാണ്. അതിനെ ദൈവം രണ്ടാക്കി തീർത്തു. നരനെന്നും നാരിയും പുരുഷനും സ്ത്രീയുമാക്കി ദൈവം അതിനെ മാറ്റി. എന്നിട്ട് ദൈവം അവരെ ഒന്നിച്ച് ചേർക്കുന്നു. അതാ 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. ഒരു പുരുഷനും സ്ത്രീയും ദൈവഹിതപ്രകാരം ഒന്നിക്കുന്നതാണ് വിശുദ്ധ വിവാഹം. അതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുനിന്ന് പറയുവാനുണ്ട്. എന്നാൽ ചുരുങ്ങിയ നിമിഷത്തിൽ വളരെ ഷോർട്ടായി ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശുദ്ധ വിവാഹത്തിൽ രണ്ടായിരുന്ന വ്യക്തികൾ ഒന്നായി തീരുമ്പോൾ, ആ ഒന്നായി തീരലിന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന 4 തലങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് 4 തലങ്ങളുണ്ട്. അതിൻ്റെ 1-ാമത്തെ തലം മാനസിക തലമാണ്, വൈകാരിക തലമാണ്, മെന്റൽ ഓർ ഇമോഷണൽ ഡൈമെൻഷൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നും എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ പറയുകയാ, ആദം പറയുകയാ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. എന്താ അർത്ഥമാക്കുന്നത്?
ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവിടെ ആദത്തിന് ഹവ്വയോട് തോന്നുകയാണ്. അതാ ഒന്നാമത്തെ തലം. മാനസികമായി, വൈകാരികമായി, ഇമോഷണലായിട്ട് ഒരു തലം അവിടെ രൂപപ്പെടുകയാണ്. വിശുദ്ധ വിവാഹത്തിൽ ഏറ്റവും ശക്തമായ ഒരു പ്രേമഗീതമാണ് ആദം പാടുന്നതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഒരു ഇമോഷണൽ തലം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ശുദ്ധ വിവാഹത്തിലെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് സാമൂഹിക തലമാണ്, സോഷ്യൽ ഡയമെൻഷനാണ്. ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. അപ്പോ ദൈവം സകലതിനെയും സൃഷ്ടിച്ചിട്ട് നല്ലതല്ല എന്ന് ദൈവത്തിന് തോന്നിയ ഒരു അസസ്മെന്റിൽ നിന്നാണ് വിവാഹം ഉടലെടുക്കുന്നത്. അതെന്താണ്? ദൈവം മനുഷ്യനെ ഒരു സാമൂഹ്യ ജീവിയായി സൃഷ്ടിച്ചപ്പോ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കായിരിക്കുകയാണ്. വിശുദ്ധ വചനം പറയുകയാ, ദൈവം അതിനെ കാണുകയാ, മനുഷ്യൻ ആദം അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല, ഞാൻ അതുകൊണ്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ സാമൂഹ്യമായ ഒരു ബന്ധം അവിടെ ഉണ്ടാകുകയാണ്. 2:24 വിളിച്ചു പറയുന്നു, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. എന്താ അതിന്റെ അർത്ഥം? അവർ ജനിച്ചു വളർന്ന ഒരു കുടുംബം, ആ കുടുംബം ഒരു ചെറിയ സമൂഹമാണ്. ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഒരു സമൂഹമാണ്. അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന ദേശം അതൊരു സമൂഹമാണ്. എന്നാൽ അതുപോലെ ഫെബി ഉൾപ്പെട്ടു നിൽക്കുന്നത് ഒരു ദേശത്ത്, ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ. ലിൻസി ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു സമൂഹം. ആ രണ്ട് സമൂഹത്തിൽ നിന്നും ഓരോരുത്തരെ എടുത്തിട്ട് ഒരു പുതിയ സമൂഹം അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്. അതാണ് നാം കാണുന്നത്. ഒറ്റയ്ക്കായിരിക്കുന്നത് നന്നല്ല, ദൈവം ഒരു സമൂഹത്തെ അവിടെ ഉണ്ടാക്കുകയാണ്. അതാണ് രണ്ടാമത്തെ തലം, സാമൂഹ്യ തലം എന്ന് പറയുന്നത്. മൂന്നാമതൊരു തലമുണ്ട്, അത് ശാരീരിക തലം അല്ലെങ്കിൽ ലൈംഗിക തലം ദൈവം കൊടുത്തിരിക്കുകയാണ്. ദുർനടപ്പ് കൂടി വരുമ്പോ, മനുഷ്യൻ വിവാഹമല്ലാത്ത പലതിലേക്കും നീങ്ങുമ്പോ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് വിവാഹം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2:24 അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏക ദേഹമായി തീരും. അതിനൊത്തിരി അർത്ഥമുണ്ടെങ്കിലും ഒരർത്ഥം വൺ ഫ്ലഷ് ആയി തീരും എന്ന് പറഞ്ഞാൽ ഒരു ലൈംഗിക തലം, അവർ മാത്രമുള്ള ഒരു തലം, അവർ മാത്രമുള്ള ഒരു ഇന്റിമസി അവിടെ ഉടലെടുക്കുകയാണ്. വിശുദ്ധ വചനം അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഉത്തമഗീതം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ പ്രകീർത്തിക്കുന്ന, അവർ തമ്മിലുള്ള ഇന്റിമസിയെ പ്രകീർത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വചനം എബ്രായർക്ക് ലേഖനം 13:4 ഇങ്ങനെയാ വിളിച്ചു പറയുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും അതിനുള്ളിലെ കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ വിശുദ്ധ വിവാഹത്തിൽ ഒരു ലൈംഗിക തലമുണ്ട്. ഒന്നാമത് ഒരു മാനസിക തലം, 2 സാമൂഹിക തലം, 3 ഒരു ലൈംഗിക തലം അല്ലെങ്കിൽ ശാരീരിക തലം. 4ാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം, അതാണ് സ്പിരിച്വൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ആത്മീക തലമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മത്തായി സുവിശേഷം 19:6 നമ്മൾ വായിക്കുന്നു, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. എങ്ങനെയാണത് ആത്മീക തലമാകുന്നത്? വിശുദ്ധ വിവാഹത്തിൽ ഇവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്നത്, യോജിപ്പിക്കുന്നത് അത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു ആത്മീക തലം ഉണ്ട്. ദൈവമാണ് യോജിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇതിനൊരു ആത്മീക തലമുണ്ട്.
1 കൊരിന്ത്യർ 7:14 നമ്മൾ വായിക്കുമ്പോ അവിശ്വാസിയായ ഒരു ഭാര്യ തന്റെ വിശ്വാസ ജീവിതം മൂലം ഭർത്താവിനെ നേടുവാൻ കഴിയുമെന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. അവിശ്വാസിയായ ഒരു ഭർത്താവിനെ നേടുവാൻ വിശ്വാസിയായ ഒരു ഭാര്യയ്ക്ക് കഴിയും. അതുപോലെ തന്നെ വിശ്വാസിയായ ഒരു ഭർത്താവിന് തന്റെ ഭാര്യ ആ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവനെ നേടുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ ഇതിനകത്തൊരു ആത്മീക തലമുണ്ട്. അതിന്റെ അർത്ഥം ഒരു കുടുംബം ഉടലെടുക്കുന്നത് മൂലം അവർ ദൈവത്തോടൊന്നുകൂടെ അടുക്കുകയാണ്. ഒരാത്മീക ജീവിതം, പുതിയൊരു ആത്മീക ജീവിതത്തിന് അവര് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ആത്മീക തലമുണ്ട്. എഫെസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം 25 തൊട്ട് 33 വരെ വായിക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആത്മീക ബന്ധത്തെ ഭൂമിയിലെ വിശുദ്ധ വിവാഹവുമായിട്ടാണ് പൗലോസ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ വിവാഹത്തിൽ ഒരു ആത്മീക തലമുണ്ട്. അത് വിശുദ്ധന്മാർ അവരെ ഒന്നിപ്പിക്കുമ്പോൾ അവരുടെ ആത്മീക ജീവിതത്തിനൊരു പുതിയ തുടക്കം കുറിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പറയട്ടെ, കുടുംബം ദൈവത്താൽ സ്ഥാപിതവും അത് ദൈവത്തിനു വേണ്ടിയുള്ളതാണ്. അത് ദൈവത്തിനു വേണ്ടി മാത്രം ഉള്ളതാണ്. ഇങ്ങനെയുള്ള വിശുദ്ധ വിവാഹത്തെ പറ്റിയാണ് വിശുദ്ധ വചനം, ഞാൻ മുമ്പ് വായിച്ച വചനത്തിൽ എബ്രായർക്കെതിരെ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത് അത് മാന്യമാണ്. ആ വിവാഹം മാന്യമാണ്. അതിന്റെ കിടക്ക നിർമ്മലമാണ്. വിവാഹേതര ബന്ധങ്ങളോ വിവാഹപൂർവ ബന്ധങ്ങളോ അതൊന്നും ദൈവത്തിന് താല്പര്യമുള്ള കാര്യമല്ല. ദൈവത്തിന് താല്പര്യം അത് സ്ത്രീയും പുരുഷനും വിവാഹത്തിലേക്ക് വരിക, വിശുദ്ധ വിവാഹത്തിലേക്ക് വരിക. ആ വിശുദ്ധ വിവാഹത്തിലേക്ക് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും. അവരെ തളർത്തിക്കളയുന്ന, അവരെ മാറ്റിക്കളയുന്ന ഒത്തിരി സാമൂഹിക സിസ്റ്റങ്ങൾ ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ അവർക്കൊരു ദൈവകൃപ ആവശ്യമാണ്. ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന പ്രിയ ഫെബിനും ലിംസിയും അവരൊന്നിച്ചുള്ള ജീവിതം മഹത്വപൂർണമായി, അനുഗ്രഹപൂർണമായി, ഞാൻ ഈ പറഞ്ഞ 4 തലങ്ങളും അവർക്ക് ദൈവകൃപയാൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിരിക്കുന്നു. കർത്താവ് നമ്മളെ